ഹിയർ വി ഗോ ഗൈസ്. ഒപ്പോണൻ്റ് വന്നു. ഫസ്റ്റ് ട്രൈയിൽ ഒപ്പോണൻ്റ്. എനിക്കിപ്പോൾ ഭയങ്കര ലാഗ് അടിക്കുന്ന പോലെ ഉണ്ട് ഒപ്പോണൻ്റ് വരുന്നതൊക്കെ. ഭയങ്കര ടൈം എടുക്കുന്നത്. അപ്പം ഇന്നത്തെ മാച്ച് യെസ് ഗൈസ്, നമ്മൾ 597 അല്ല, അതിന് മേലെയാണ് ഉള്ളത് കറൻ്റ്ലി. എനിക്ക് തോന്നുന്നു അതിന് മേലെയാണ് ഉള്ളത്. അപ്പം നമ്മൾ ഈ ഒരു മാച്ച് ജയിക്കുവാണെങ്കിൽ ടോപ്പ് 500-ലെത്തും ഗൈസ്. പിന്നെ ചിലപ്പോൾ ഈ വീഡിയോ ഒക്കെ ഭയങ്കര ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാനിപ്പോൾ കറൻ്റ്ലി കളിക്കുന്ന ഒരു വീക്കും കൂടിയേ ഉള്ളൂ അടുത്ത ഫേസിന്. ആങ്കറിങ് ഇട്ടിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ ഇടുന്ന കറൻ്റ്ലി ഇട്ടുകൊണ്ടിരിക്കുന്നത് 1 വീക്ക് മുന്നത്തെ ഗെയിം പ്ലേസ് ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ലാഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പം ഡിവിഷൻ ഫേസ് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ കഴിയാനാവുന്ന ടൈമായിരിക്കും ഇടുക. നമ്മൾ കളി സ്റ്റാർട്ടായിട്ടുണ്ട് ഗൈസ്. ട്രൈ 2020 ഇപ്പോൾ ഉള്ളത്. 20 ജയിച്ചാൽ 4+ ആവുമെന്ന് വിചാരിക്കുന്നത്. 4 or 3 എന്തായാലും കിട്ടും. 4 ആയിരിക്കും. ഹിയർ വി ഗോ ഗൈസ്. എംബാപ്പെ, റോഡ്രി, അക്കാഞ്ചി, കോസ്റ്റ, നൈസ്. പൊളി നല്ല ചാൻസ്. നെയ്മറിനാണ് ഞാൻ ഉദ്ദേശിച്ചത്. നേരത്തെ നെയ്മറിന് കൊടുക്കേണ്ട ബോളായിരുന്നു. അയ്യോ, ടേൺ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എടാ മണ്ടംകളി. കമോൺ ഗ്രീസ്മാൻ, കമോൺ. ഈസി. ഉദ്ദേശിച്ച പാസ് അങ്ങനെയല്ല പോകേണ്ടത്, ഉള്ളിലേക്ക് പോകണം. അപ്പം ഉള്ളിലേക്ക് ഒരു റണ്ണുണ്ട്, അത് കിട്ടലാണ്. എടാ ആ സാധനം നിങ്ങൾ ചെയ്യലുണ്ടോ? അത് ഭയങ്കര എളുപ്പമുള്ളൊരു സംഭവം കേട്ടോ. ഉള്ളിലേക്ക് ആരെങ്കിലും ഓടുന്ന കണ്ടാൽ കുറച്ച് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ആക്കിയിട്ട് ത്രീ ബോൾ ഇട്ടാൽ മതി. അതാകുമ്പോൾ ഒരു കൂട്ടക്കത്തെ പാസ് കൊടുക്കും. എംബാപ്പേ, വാട്ട് എ ഗോൾ ഗൈസ്. കിലിയൻ എംബാപ്പെ ഫോർ യു. അപ്പം അടിച്ച് പൊളിച്ചിട്ടുണ്ട് ചെക്കൻ. അപ്പം 1-0. ഹിയർ വി ഗോ ഗൈസ്. ഹിയർ വി ഗോ. നമ്മൾ അൺബീറ്റൺ ആണ് ഇപ്പോഴും, അത് വേറെ കാര്യം. ഏകദേശം 1900 മുതൽ 2000 ഇതിപ്പം 24 ആവുമായിരിക്കും ഈ കളി ജയിച്ചാൽ. അപ്പം അതുവരെ ഞാൻ ഒറ്റ കളി പോലും പൊട്ടിയിട്ടുണ്ടായില്ല. ഡ്രോ ഒറ്റൊരു ഡ്രോ. ഈസി ഗോളടാ, സിമ്പിളായിട്ട് ഓടിച്ച്. അപ്പം ഒരൊറ്റ ഡ്രോ ഉള്ളൂ. ഏകദേശം 20ൻ്റെ മേലെ ആയി. 20 അല്ല, 30 അടുപ്പിച്ചാവാനായെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ വെച്ച് കുറ്റ ചെയ്ത് ഡിഫൻസ് ഇട്ടിട്ടുണ്ട്. ഹിയർ വി ഗോ. കാർലോസ്, നൈസ് വണടാ. എന്താടാ അത്? ഈസി. എംബാപ്പെ, റുമി, എംബാപ്പെ. ഓഹോ നൈസ്. പക്ഷെ നല്ല പൊസിഷനിലായിരുന്നു അവൻ്റെ ബെർഗോമി. പുള്ളിക്കാരനും ബെർഗോമി ഉണ്ടോ? നൈസ്. റുമി, 1 ടച്ച് പാസ്. എംബാപ്പെ സ്ലോ ആകുന്ന പോലെ തോന്നുകയാണോ? ഈസിയടാ. കമോൺ എംബാപ്പെ. റുമി. ഇതാരാ എൻ്റെ ഒപ്പം? ഗ്രീസ്മാൻ അല്ലാണ്ട് വേറൊരാളവിടെ കാണുന്നത്. നെയ്മർ കയറി. ഈസി. ഗ്രീസ്മാൻ എടാ പാസ് ഉണ്ടായിരുന്നു. ഗ്രീസ്മാനെ കൊണ്ടൊരു DT ഇട്ടാൽ മതിയായിരുന്നു. ഡബിൾ ടച്ച് ഇട്ടത് ഷൂട്ട്. എടാ ഈ ത്രൂ ബോളെ ഞാൻ പറഞ്ഞത്, ഇത് ഭയങ്കര സീനാണ്. ഓപ്പണിന് ഇട്ടാൽ ഭയങ്കര സീനും, നമ്മളിട്ട അടിപൊളിയാണ്. കാരണം നമ്മളിട്ട ഗോളിക്കല്ലോ, ഓപ്പണിനിട്ട ഗോൾ വാങ്ങാനും ചെയ്യാലോ. ആ സാധനമാണ് ഞാൻ പറഞ്ഞ കേസ്. അതൊരുമാതിരി ലെഫ്റ്റിലേക്ക് വലിച്ചിട്ടുള്ളൊരു ഇതന്നെ എടി നീ യൂസ് ചെയ്ത് കൊണ്ടിരിക്കുന്നടാ പന്നി. ഓ പിരസ്. ഓക്കെ, ഒരു കേളാണ് ട്രൈ ചെയ്തത്. നൈസ് വൺ. നെയ്മർ, എംബാപ്പെ, പാസ് റുമി. എടാ 1 ടച്ച് ഇടടാ. അവിടെ എൻ്റെ പ്രശ്നം എന്താണ് ഈ വൈഫൈൻ്റെ? എടാ ഇവൻ ആ ത്രൂ ബോൾ തന്നെയാണ് ഇടുന്നത്. അത് കുറച്ച് സീനാണ്. അത് നല്ല ചാൻസ് ആണെങ്കിൽ അത് ഷുവറായിട്ട് ഓടിക്കാൻ പറ്റുന്ന ചാൻസ് കിട്ടും. അതായത് നല്ല ത്രൂ ബോൾ ചാൻസ് ആണെങ്കിൽ, അല്ലാണ്ട് വെറുതെ ഇതേപോലെ ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ എംബാപ്പെ, അടി. ഇവിടെടാ ഗ്രീസ്മാൻ. കണ്ട ഇവൻ അതന്നെ സ്പാമിങ് ആണ്. ആ ത്രൂ ബോൾ തന്നെ സ്പാമിങ് ആണ്. പക്ഷെ കുഴപ്പമില്ല, അവൻ ടൈം നോക്കിയിട്ട് കളിക്കുന്നില്ല. ആ ത്രൂ ബോൾ ഇടുന്ന ടൈം നമ്മൾ പ്ലെയേഴ്സിൻ്റെ കറക്റ്റ് പൊസിഷനൊക്കെ നോക്കി കളിച്ചാൽ കിടിലായിരിക്കും. സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ടഡ്. ജസ്റ്റ് 2-0 ലീഡിങ് ഗൈസ്. ലെറ്റ്സ് ഗോ. നല്ല ചാൻസ്. ഗ്രീസി ഓഫ് സൈഡ്. യെസ്.
ഷുവറായിട്ട് ഓഫ് സൈഡാണ്, ഡൗട്ടില്ല. അപ്പം നമ്മൾ സ്റ്റിൽ 2-0 ലീഡിങ് ആണ്. യെസ്, അപ്പം ജയിച്ചാൽ പൊളിക്കും. ടോപ്പ് 500 എത്താൻ പോവാണ് ഗൈസ്. ടോപ്പ് 500 ഞാൻ ലാസ്റ്റോട്ട് പൊട്ടുമെന്ന് എൻ്റെ പേടിയുണ്ട്. ഇതേപോലെ ഞാൻ പണ്ടൊരിക്കൽ എത്തിയതാണ്. പണ്ട് ഞാൻ എൻ്റെ ഹയസ്റ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത് ഈ ഫുട്ബോളിൽ തുടങ്ങിയിട്ട് ഹയസ്റ്റ് റേറ്റിംഗ് വന്നത് 2078. അതൊരു റാങ്കിങ് ഇവൻ്റ് ആയിരുന്നു ആ ടൈമിൽ. ഊടെക്കോ ഗോൾ എന്തടാ അതുകൂടാ. ഹയസ്റ്റ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് 2078. അപ്പോൾ അത് ഞാൻ കഷ്ടപ്പെട്ട് എത്തിച്ചായിരുന്നു. ഞാൻ ടോപ്പ് 1-ലായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ത്യൻ 1-ലും ഏഷ്യനിൽ ടോപ്പ് 2-ലും ആയിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് പണിയാവുമോ? മിനിറ്റ്. പക്ഷെ അത് ലാസ്റ്റ് ഞാൻ ഫുള്ള് കൊളാക്കി. ഞാൻ ആ ഒരു ഇതിൽ ഈ സ്പോർട്സിലേക്ക്, അതായത് ആ ഒരു ടൂർണമെൻറ്റിലേക്ക് ഞാൻ കയറേണ്ടതാണ്. ഈ ഫുട്ബോൾ ടൂർണമെൻറ്റ് തന്നെയാണ്. ഇതേപോലെ ഇപ്പോൾ നടക്കുന്ന പോലത്തെ ടൂർണമെൻറ്റ്സ് ഇല്ലേ, അതേപോലത്തെ സംഭവം തന്നെയായിരുന്നു. പക്ഷെ അന്നേരം ഓൺലൈൻ നമ്മളെ ഗ്ലോബൽ റാങ്കിങ്ങിൽ വെച്ചിട്ടാണ് അത് പണിയാവുമല്ലോ. റാങ്കിങ്ങിൽ വെച്ചിട്ടാണ് ഉണ്ടായത്. അപ്പോൾ അതാണ് അവസ്ഥ ഗൈസ്. ഞാൻ ലാസ്റ്റോട്ട് ഫുള്ള് 2078 അത് ഞാൻ പൊട്ടും. പണിയാവും 2078 ഡയറക്റ്റ് 1900 1800 എത്തി. 2 ദിവസം കൊണ്ട് ഫുൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഞാൻ ഈ ഫുട്ബോൾ ഡിലീറ്റ് ആക്കിയാണ്. പണിയാവും ഗൈസ്. ലാസ്റ്റ് മിനിറ്റ് അല്ലല്ലേ വർത്താനം പറഞ്ഞ് ഗെയിം മറന്നു പോയി ഗൈസ്. ഇപ്പം മൂവ് ചെയ്യാൻ എത്ര ചാൻസ് അവൻ ഉണ്ടാക്കി അറിയാം വർത്താനം വരുന്ന ടൈമിൽ. കമോൺ ഏവികോ, നമുക്കിനി കുറച്ച് ടൈം കൂടി പിടിച്ച് വെക്കണം. ഒരു ഗോൾ കൂടി അടിച്ചാൽ സെറ്റ്, ഇല്ലെങ്കിൽ മൂഞ്ചി. മെസ്സി ഹാലൻഡ് പോടാ ഇയാടെ ഇത് അടി ഗ്രീസ്മാൻ അല്ല, സോറി മെസ്സിനെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ. മെസ്സിക്ക് ഉള്ളതാണ്. അതേപോലെ ഗ്രീസ്മാനും ഇങ്ങനെ തന്നെ. നെയ്മർ മാത്രം ഇത് ചെയ്യാണ്ട് നിൽക്കുക. പാസ് ഇട്ടാൽ ഒരുമാതിരി അങ്ങോട്ടേക്ക് ഒറ്റോട്ട്. ഇതെന്താ തനിയിട്ട്, അത് തനിയിട്ടാണ്ടായിരുന്നടാ. ഞാൻ അവിടെ പാസ്സൊന്നും നിൽക്കില്ലല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അത് അവന് ചാൻസ് കിട്ടുമെങ്കിൽ ആ ഒരു പാസിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം എല്ലാം പെട്ടെന്നായിരുന്നു എന്നറിയാം. നമ്മൾ പൊട്ടിയാ തീർന്ന്. ഇറ്റ് വാസ് മെന്റ് ടു ഹാലൻ ഗൈസ്. ഓക്കെ ലൗട്ടർ കമോൺ. ഈ ബെക്കമോർ ഇങ്ങനെയൊക്കെ എടുക്കും. അങ്ങനെ എൻ്റെ ടീമിൽ ഇടണമല്ലോ. നെയ്മർ, ഹാലൻഡ്, നൈസ്. മെസ്സി, ഹാലൻഡ്. ഞാൻ ടേണിയുമ്പോൾ ഇങ്ങനെയാണല്ലോ. കാരണം ഈ ത്രൂ ബോളാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇതേപോലെ ടൈം എടുത്ത് കളിക്കുവാണെങ്കിൽ ഞാൻ തീരും. പക്ഷെ അവൻ ഓവർ മെസ്സിനെ വെച്ചിട്ട് കളിയാൻ നോക്കുന്നുണ്ട്. ഇതെവിടെ വന്നടാ. എൻ്റെ കയ്യിൽ കുരിപ്പ് ഇങ്ങനെയൊന്നും കളിക്കുന്നില്ലല്ലോ. ലാസ്റ്റ് മിനിറ്റ് ആണ്. ഒരു ഗോൾ അടിച്ചാൽ നമ്മൾ പണിയാവും. നമ്മൾ ആ പടി ഇറങ്ങി വരും 2000 ഈസി. എടാ ടെക്കോ കളി ജയിച്ച് നമുക്ക് നല്ല കളിക്കാവുന്നതേ ഉള്ളൂ. ഈസി ആയിട്ട് കളി ജയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി വിടൂല. കമോ എടാ പന്നി. ലാസ്റ്റ് മിനിറ്റിൽ ഇമ്മാതിരി മിസ്റ്റേക്ക്. ഹാലൻഡ്, മെസ്സി അടി മോനെ, അത്രേ ഉള്ളൂ. ലാസ്റ്റ് മിനിറ്റിലൊക്കെ ഇമാര് ബഗഡ് കളി ഹാലൻഡ് കളിക്കും. ഞാനെന്താ ചെയ്യുക? 7 ഷോട്ടൊക്കെ ചെയ്തു പുള്ളി. പക്ഷെ കുഴപ്പമില്ല, സ്റ്റിൽ നമ്മൾ ജയിച്ചിട്ടുണ്ട്. വി മാനേജ് ടു വിൻ. ഇപ്പം 2024 ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മൾ 70% ജനറേറ്റായി. നേരത്തെ ഉണ്ടായിരുന്നു നമ്മൾ ഇവിക്കോ. കാരണം ഞാൻ 590 നടത്തില്ല, 20 അല്ലേ. ഞാൻ ഇവിടെ ഉണ്ട് 500 സംതിങ്. 100 നോക്കുമ്പം 500 നോക്കുമ്പം 24. യെസ്, 482 റാങ്കിങ്. ഒരിക്കലാണെങ്കിൽ ഞാൻ ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ട് ഗൈസ്. ജയിത്ര യാത്ര. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ. ബൈ.